പല അമ്മമാരും ഒത്തിരി സ്ട്രെസ്സുകളിലൂടെയാണ് പ്രഗ്നൻസിയുടെ സമയത്ത് കടന്നു പോവാറ്. പല ഡെവലപ്മെൻറ്റിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ പ്രഗ്നൻസിയുടെ കാലഘട്ടത്തിൽ അനുഭവിച്ച സ്ട്രെസ്സിനെ കുറിച്ച് പറയാറുണ്ട്. ഇത്തരത്തിലുള്ള താങ്ങാവുന്നതിലും കൂടുതലുള്ള സ്ട്രെസ്സ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ശാരീരിക ആരോഗ്യത്തിന് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യം മാനസികാരോഗ്യത്തിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് താങ്ങാവുന്നതിലും കൂടുതലുള്ള സ്ട്രെസ്സാണോ, അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ, നമ്മുടെ ഉറക്കത്തെ, നമ്മുടെ ഭക്ഷണത്തെ, നമ്മുടെ ബന്ധങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്ന് ഓരോ അമ്മമാരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ഭക്ഷണത്തെയും ഉറക്കത്തെയും ബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള സ്ട്രെസ്സ്, മാനസികമായ പ്രശ്നങ്ങൾ നമുക്കുണ്ട് എങ്കിൽ നിർബന്ധമായും ഒരു മാനസിക രോഗ വിദഗ്ധ കാണിക്കുക എന്നത് പ്രഗ്നൻസിയിൽ നിർബന്ധമാണ്. ഇല്ല എങ്കിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടിയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം.